ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം എന്താണെന്ന്. നമ്മൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ചോദ്യമാണ്. അപ്പോൾ ആറാമത്തെ സെറ്റിലേക്ക്, സെറ്റ് നമ്പർ 6 അതിൽ ആദ്യത്തെ ചോദ്യം സെറ്റ് നമ്പർ 6 സോൾവ് ദ ഫോളോയിങ് ആണ്. അതിൽ പലതുണ്ട്, പ്രൂവ് ഉണ്ട്, അല്ലാതെ ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്, പല തരത്തിലുള്ള മിക്സ്ഡ് ബഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം നമുക്ക്. പ്രൂവ് ദാറ്റ് സീക്ക് സ്ക്വയർ tan inverse 2 sec square tan inverse 2 plus cosec square cot inverse 3 is equal to 15. അതായത് tan inverse 2 ഇപ്പോൾ ഉദാഹരണം 1 ആയിരുന്നെങ്കിൽ ഇവിടെ π/4 നമുക്ക് tan inverse 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ π/4 എന്ന് കൊടുക്കാമായിരുന്നു അല്ലേ. cot inverse √3 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ π/6 കൊടുക്കാം. പക്ഷേ അതല്ല, ഇവിടെ 2ഉം 3 അപ്പോൾ അതിൻ്റെ വാല്യൂസ് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് മാറ്റിയേ മതിയാവൂ എന്നർത്ഥം. സോ ലെറ്റ് us see how we can do this question. അപ്പോൾ LHS നമുക്ക് എടുത്തെഴുതാം. sec square tan inverse 2 plus cosec square cot inverse 3 LHS. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എഴുതി. എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഖ്യയാണ്, 15 കമ്പാരിറ്റീവ്ലി ലാർജ് നമ്പർ അല്ലേ. സാധാരണ അങ്ങനെ ഒരു 1, 2 എന്നൊക്കെ വരുന്നതാണെങ്കിൽ 15 ആണ്. എന്തായിരിക്കും? നമുക്ക് ഇത് ടാൻ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ. ടാൻ ഇൻവേഴ്സിൻ്റെ ഇവിടെ ടാൻ ആയി. എങ്ങനെയാണ് എൻ്റെ ചിന്ത പോകുന്നത്? ടാൻ ഇൻവേഴ്സിൻ്റെ ടാൻ ആയിരുന്നു, സീക്കും ടാനും. നമുക്ക് പണ്ടൊരു ഐഡൻറ്റിറ്റി പഠിച്ചത് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്താ സീക്ക് സ്ക്വയർ തീറ്റ? sec square theta is equal to 1 plus നേരിട്ട് എഴുതിയാൽ മതി. ഞാൻ ഐഡൻറ്റിറ്റീൻ്റെ അതൊന്ന് പറഞ്ഞു വന്നു എന്ന് മാത്രം. സോ sec square അങ്ങനെയാണെങ്കിൽ sec square മാങ്ങ നടക്കട്ടെ, എന്താണ് 1 പ്ലസ് tan square മാങ്ങ. അങ്ങനെയാണെങ്കിൽ sec square tan inverse 1 tan inverse 2 ഈ മാങ്ങയുടെ സ്ഥലത്ത് അല്ലെങ്കിൽ തീറ്റയുടെ സ്ഥലത്ത് tan inverse √2 ആണുള്ളത്. tan inverse √2 ആണ്. അപ്പോൾ അതിനെങ്ങനെ മാറ്റി എഴുതാം? This can be rewritten as 1 plus tan square മാങ്ങ, ഇവിടെ മാങ്ങ, ഇവിടെ എന്താ വരുന്നത്? tan inverse 2 അല്ലേ, പ്ലസ് ഇനി കൊസീക്കിന് എന്താ ഉള്ളത് ഇതേ പറ്റത്തില്ല, കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ കൊസീക്ക് സ്ക്വയർ തീറ്റയോ, കൊസീക്ക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി അതിനെ കൊസീക്ക് സ്ക്വയർ എന്താ എടുക്കുക? അപ്പം കൊസീക്ക് സ്ക്വയർ വേറെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് എടുക്കാം. തീറ്റയ്ക്ക് തരണം സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 1 പ്ലസ് കോട്ട് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് എടുത്ത് കൊസീക്ക് സ്ക്വയർ ഇവിടെ എന്താ കോട്ട് ഇൻവേഴ്സ് വെറുതെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുക. കോട്ട് ഇൻവേഴ്സ് 3. അപ്പോൾ ഇവിടെ എന്ത് വരും? കോട്ട് ഇൻവേഴ്സ് 3 എന്താണ് വരുന്നത് അവിടെ തന്നെ വരും അല്ലേ. സോ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് 1 പ്ലസ് കോട്ട് സ്ക്വയർ കോട്ട് ഇൻവേഴ്സ് 3. ഇനി എന്ത് ചെയ്യും? 1 പ്ലസ് 1 ഉണ്ട് 2 പ്ലസ് ഈ ടാൻ സ്ക്വയർ തീറ്റ സെയിം ആസ് ടാൻ തീറ്റ ഹോൾ സ്ക്വയർ. ഒന്നും കൂടി പറയാം, ടാൻ സ്ക്വയർ ബ്രാക്കറ്റ് സെയിം ആസ് ടാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഹോൾ സ്ക്വയർ. അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിനെങ്ങനെ നമുക്ക് മാറ്റി? ഹോൾ സ്ക്വയർ. ഈ 2 എന്ന് പറയുന്നത് 1 പ്ലസ് 1. ടാൻ എന്തിൻ്റെ ഹോൾ സ്ക്വയർ? tan square theta is tan theta whole square. Tan square tan inverse √2 is tan of tan inverse 2 whole square plus cot square cot of cot inverse 3 whole square. This is equal to 2 plus tan of tan inverse 2 whole square plus cot of cot inverse 3 whole square. 2 plus 4 plus 9 13 14 15. It is equal. ഒന്നുകൂടി പറയാം. sec square tan inverse 2 തന്നിരിക്കുന്നത് sec സ്ക്വയറിനെ tan സ്ക്വയറിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഞാനിവിടെ മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുന്നത്. sec സ്ക്വയർ മാങ്ങ is equal to 1 plus tan സ്ക്വയർ മാങ്ങ.
ആ മാങ്ങയുടെ സ്ഥലത്ത് എന്താണ് ഇവിടെ ടാൻ ഇൻവേഴ്സ് 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേതായാലും തന്നെ കൊസീക് സ്ക്വയറിനെ കോട്ട് സ്ക്വയറിലേക്ക് മാറ്റി ആഡ് ചെയ്തു. ഇവിടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെറിയൊരു ട്രിഗ്നോമെട്രിക്, ഇത് എല്ലാവർക്കും അറിയേണ്ടതാണ്. പക്ഷേ ഈ രൂപത്തിൽ കാണുമ്പോൾ അതിൽ ചെറിയൊരു പ്രയാസം തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയത്. ടാൻ സ്ക്വയർ തീറ്റ, ടാൻ തീറ്റ ഹോൾ സ്ക്വയർ, ടാൻ സ്ക്വയർ സ്ക്വയർ ബ്രാക്കറ്റ്, ടാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്കൊന്ന് വേണ്ട വാല്യൂ ചേർത്തി കൊടുക്കാം. അപ്പോൾ എന്താ ടാൻ ഇൻവേഴ്സ് 2 അവിടെയും വന്നില്ലേ. സോ ദാറ്റ്സ് ഹൗ വി ഗെറ്റ് ഇറ്റ്സ് ഈക്വൽ ടു 15. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് അടുത്ത ചോദ്യം എന്ന് നോക്കാം. പ്രൂവ് ഇഫ് ടാൻ ഇൻവേഴ്സ്, രണ്ടാമത്തെ ചോദ്യം, ഇഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് സെഡ് ഇസ് ഈക്വൽ ടു π/2, prove that xy plus yz plus xz, xy plus yz plus xz is equal to 1 എന്നാണ് പറഞ്ഞത്. അതേപോലെ മറ്റൊരു ചോദ്യവും താഴത്തുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരേ രൂപത്തിൽ ചെയ്യാം. ഒന്ന് ഞാൻ ചെയ്യാം, മറ്റേത് നിങ്ങൾ സ്വന്തം ചെയ്താൽ മതി. ഇതെടുക്കാം. ടാൻ പല രൂപത്തിൽ ഇത് ചെയ്യാം. നമുക്ക് സാധാരണ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യത്തിൽ അല്ലെങ്കിൽ ഒരു ലെവൽ 1 തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവിൻ്റെ തലത്തിൽ ഇത് ചെയ്യാം. അതല്ല JEE അഡ്വാൻസോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ JEE മെയിനിലേക്ക് സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഇസ് ഈക്വൽ ടു π/2, ഇത് തന്നിട്ടുള്ളതാണ്, ഈക്വൽ ടു π/2. അപ്പോൾ ഇത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സിന് A എന്ന് വിളിച്ചു, ടാൻ ഇൻവേഴ്സ് വൈന് B എന്ന് വിളിക്കാം, ടാൻ ഇൻവേഴ്സ് സെഡിനെ C എന്ന് വിളിക്കാം. അങ്ങനെ ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എ, വൈ ഇസ് ഈക്വൽ ടു ടാൻ ബി ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു ടാൻ സി. സോ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു π/2. വാട്ട് ഇസ് എ പ്ലസ് ബി? π/2 മൈനസ് സി അല്ലേ. സോ ഇവിടെ ഒന്നുകിൽ ഈ രൂപത്തിൽ പോകാം, അല്ലെങ്കിൽ മറ്റൊരു ഇത് തന്നെ, ഇതേ കാര്യം ഞാൻ ഈ എഴുതിയ അതേ കാര്യം തന്നെ വേറെ രൂപത്തിൽ എഴുതാവുന്നതാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു π/2 മൈനസ് ടാൻ ഇൻവേഴ്സ്, ഈ മുകളിൽ എഴുതിയ അതേ സാധനം തന്നെയാണ് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സ്റ്റെപ്പ് പോവുകയാണെങ്കിൽ ഒന്നുകിൽ ടാൻ കൊടുക്കുക, യു ക്യാൻ പുട്ട് ടാൻ ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ എങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു π/2 മൈനസ് എന്ന് പറയുമ്പോൾ കോട്ട് ഇൻവേഴ്സ്. ഓർ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ്, എങ്ങനെ മാറ്റി എഴുതാം, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ഈ കോട്ട് ഇൻവേഴ്സ് സെഡിനെ മാറ്റാം, ടാൻ ഇൻവേഴ്സ് 1/z. ഇത് രണ്ടും തുല്യമാണ്. എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1/z. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. എക്സ് സെഡ് പ്ലസ് വൈ സെഡ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ആണ് 1 മൈനസ് എക്സ് വൈ. സോ വാട്ട് ഹാപ്പൻസ്, എക്സ് സെഡ് പ്ലസ് വൈ സെഡ് പ്ലസ് ഇവിടേക്ക് ഇടാം എക്സ് വൈ, ഈ എക്സ് വൈ കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഉത്തരം എന്തായി? 1 ആയി മാറി. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യാം, രണ്ട് ഭാഗത്തും എ പ്ലസ് ബി ഉണ്ട്. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു π/2 മൈനസ് സി. വേഗം നമുക്ക് കൊടുക്കാം, ടാൻ ഓൺ ബോത്ത് സൈഡ്, ടാൻ ഓഫ് എ പ്ലസ് ബി എടുക്കാം. ഈ രൂപത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം എന്താ, സെയിം ടൈപ്പ് ആവും, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ്, സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് കോസിന് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യം, ഇതെടുക്കാം നമുക്ക്. നാലാമത്തെ ചോദ്യം എന്താണെന്ന് നാലാമത്തെ ചോദ്യം പറയുന്നത്, ഇഫ് നാലാമത്തെ ചോദ്യം cos inverse x by a plus cos inverse y by b is equal to alpha. Prove that
prove that x square by a square minus 2xy by ab cos alpha plus y square by b square is equal to sin square alpha എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. is equal to sin square alpha. തുടങ്ങാം നമുക്ക്. ഇതാണ് ചോദ്യം. അപ്പോൾ എല്ലാ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് പകർത്തി എഴുതുന്നു. cos inverse x by a plus cos inverse y by b is equal to, അല്ലെങ്കിൽ ചോദ്യം പകർത്തി എഴുതുകയാണ്. എന്താണ് cos inverse x plus cos inverse y? That is equal to cos inverse xy minus root of 1 minus x square into root of 1 minus y square. അല്ലേ, ഓർക്കുന്നില്ലേ? അതുകൊണ്ട് ഇതിനെ മാറ്റി എഴുതാം. cos inverse x by a y by b minus root of 1 minus x square by a square into root of 1 minus y square by b square is equal to alpha. ഇതിങ്ങോട്ട് ഇതിനെ എങ്ങനെയാണ് കോസ് ഇൻവേഴ്സിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ കോസ് ഇൻവേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്താ, എക്സ് ബൈ എ ഇൻറ്റു വൈ ബൈ ബി മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ. കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഇസ് ഈക്വൽ ടു ആൽഫ. ആ സംതിങ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു കോസ് ആൽഫ. അതാണ് ഇവിടെ എഴുതി. കോസ് ഇൻവേഴ്സ് ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ. ദെർഫോർ ഇനി വാട്ട് ക്യാൻ ബി, ഇതിപ്പോൾ ഇങ്ങനെ ഈ സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്. സ്ക്വയർ റൂട്ട് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ സ്ക്വയർ ചെയ്താൽ ശരിയാവില്ല. സ്ക്വയർ ചെയ്യേണ്ട കാര്യത്തെ മറ്റ് സ്ക്വയർ റൂട്ടുള്ളത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുക. സോ എക്സ് വൈ ബൈ എ ബി മൈനസ് കോസ് ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. Squaring both sides. Squaring both sides. അപ്പോൾ എന്താവും? സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്ത് കൊടുക്കാം. സ്ക്വയർ ചെയ്യുന്നതായി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 2xy ബൈ എ ബി cos alpha plus cos square alpha is equal to, ഈ ഭാഗം സ്ക്വയർ ചെയ്യുന്ന റൂട്ട് അങ്ങ് പോകും, 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 2xy ബൈ എ ബി cos alpha plus cos square alpha 1 minus x square by a square minus y square by b square plus x square y square by a square b square. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് രണ്ടും ക്യാൻസലായി പോകുന്നു. ഇതിനെ ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2xy by ab cos alpha ഇതിനങ്ങോട്ട് പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇനി എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്? ഇതിനെ നമുക്ക് ഈ സൈഡിലേക്കും കൊണ്ടുപോകാം. ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ. ആൻഡ് ഇൻ ഷോർട്ട് എന്തുണ്ടാവും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2xy ബൈ a b cos alpha plus y square by b square is equal to sin square alpha. Sin square, and that is the proof. അതാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം അതല്ലേ, നോക്കൂ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2xy ബൈ ബി കോസ് ആൽഫ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫ. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ, കണ്ടീഷൻ എടുത്തിട്ടു. അത് കണ്ടീഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്തു. ഇവിടെ
ആ കണ്ടീഷൻ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇതാണ് റിസൾട്ട്, നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് അതെടുത്ത് അപ്ലൈ ചെയ്തു. സോ വി ആർ ഗെറ്റിംഗ്, എന്നിട്ട് കോസിനെ ഇങ്ങോട്ട് കൊണ്ട് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഇസ് ഈക്വൽ ടു ആൽഫ, സംതിങ് ഇസ് ഈക്വൽ ടു കോസ് ആൽഫ, രണ്ട് ഭാഗം സ്ക്വയർ ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു, വി ഗെറ്റ് ദ ആൻസർ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്താണ് അടുത്ത ചോദ്യം? മറ്റൊരു നല്ല ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. tan inverse x whole square cot inverse x whole square is equal to 5 pi square by 8. Find x. സോൾവ് ചെയ്യാനാണ് ചോദ്യം. സോ ഈ ചോദ്യത്തിൽ രണ്ട് രീതിയിൽ ചെയ്യാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab എന്ന് ഉപയോഗിക്കുക. ഇത് എ സ്ക്വയർ, ഇത് ബി സ്ക്വയർ. അപ്പോൾ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് ബി അങ്ങനെ ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? tan ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് കോട്ട് ഇൻവേഴ്സിന് പൈ ബൈ 2 മൈനസ് tan ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 പൈ സ്ക്വയർ ബൈ 8 എന്നെടുത്തു. ദറ്റ് ഈസ് സെയിം ആസ് tan ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ പൈ സ്ക്വയർ ബൈ 4 മൈനസ് പൈ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ 5 പൈ സ്ക്വയർ ബൈ 8. ഇനി tan inverse x and tan inverse x whole square. Tan inverse x whole square 2 times or 2 tan inverse x whole square minus pi tan inverse x plus pi square by 4 minus 5 pi square by 8 is equal to 0. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. സോ വി ഗെറ്റ് 2 times tan inverse. ബാക്കിയുള്ളത് എഴുതി, ഇത് ലാസ്റ്റ് ടൈം ഇതിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ദീസ് ടു ആർ കമ്പൈൻഡ് ടുഗെദർ, ഇതും രണ്ടും കൂടി കമ്പൈൻ ചെയ്തു അങ്ങോട്ട് മാറ്റി എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 tan inverse x whole square മൈനസ് പൈ tan inverse x പ്ലസ് എന്താവും 8 ഇവിടെ 2 പൈ സ്ക്വയർ മൈനസ് 5 പൈ സ്ക്വയർ മൈനസ് 3 പൈ സ്ക്വയർ ബൈ 8 ഇസ് ഈക്വൽ ടു 0. tan ഇൻവേഴ്സ് എക്സ് ആണ് കാണുന്നത്. tan ഇൻവേഴ്സ് എക്സിനെ ഒരു ക്യാപിറ്റൽ എക്സ് എന്ന് വിളിച്ചു നോക്കാം. സോ 2 ക്യാപിറ്റൽ എക്സ് സ്ക്വയർ മൈനസ് പൈ ക്യാപിറ്റൽ എക്സ് മൈനസ് 3 പൈ സ്ക്വയർ ഇസ് ഈക്വൽ ബൈ 8 ഈക്വൽ ടു 0. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16x സ്ക്വയർ മൈനസ് 8 പൈ എക്സ് മൈനസ് 3 പൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇത് 16 മൈനസ് 48 സമ്മ് സ്പ്ലിറ്റിംഗ് ആൻഡ് സമ്മ് മൈനസ് 8. അപ്പം അങ്ങനെ എഴുതി വെക്കാം. 16x സ്ക്വയർ മൈനസ് 12 പൈ എക്സ് പ്ലസ് 4 പൈ എക്സ് മൈനസ് 3 പൈ സ്ക്വയർ ഇസ് ഈക്വൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആ രീതി ചെയ്തു, ഫാക്ടറൈസ് ചെയ്തു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. ഇതാ എ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ബി ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, സിയും മാർക്ക് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ, ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഇസ് സി. യൂസ് ക്വാഡ്രാറ്റിക് ഫോർമുല മൈനസ് ബി x is equal to minus b plus or minus root of b square minus 4ac divided by 2a. ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ 4x കോമൺ ആണ്. 4x മൈനസ് 3 പൈ. ഇവിടെ എന്താ? ഇവിടെ ഇതേമാതിരി 4x മൈനസ് 3 പൈ ബാക്കി എന്തുണ്ടാവും? പ്ലസ് പൈ പുറത്ത് ഈക്വൽ ടു 0. ഇതിൽ 4x പ്ലസ് പൈ ഇൻറ്റു
4x minus 3 pi is equal to 0. That means 4x plus pi equal to 0, x is equal to minus pi by 4. And അല്ലെങ്കിൽ 4x minus 3 pi equal to 0, x is equal to 3 pi by 4. And that is x. That means എന്താണ് അവിടെ നമ്മുടെ x? x എന്തായിരുന്നു? x? Tan inverse x. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? Tan inverse x is equal to minus pi by 4, or x is equal to tan inverse minus pi by 4. That is equal to minus tan inverse pi by 4. That is equal to tan inverse tan inverse x ആണ്. അപ്പോൾ tan inverse x is equal to tan inverse എവിടെയാ ഒരു ചെറിയ പ്രശ്നം വന്നല്ലോ. ഓക്കെ, tan inverse x is equal to capital X. Capital X is equal to pi by 4. 3 pi, capital X is equal to pi by 4. Tan inverse x is equal to pi by 4. Tan inverse x is equal, ഇവിടെയല്ലേ നമുക്ക് തെറ്റിയത്? ഇവിടെ ഭംഗിയായി തെറ്റി അല്ലേ? എന്താണ് തെറ്റിൽ? ആ തെറ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. x is equal to എന്താണ്? tan of minus pi by 4. Tan inverse minus pi by 4. That is equal to minus tan pi by 4. That is equal to minus 1. അല്ലെങ്കിൽ അടുത്ത വാല്യൂ എന്താ? x is equal to 3 pi by 4. That is tan കേസ് 1, ഇത് 1 എന്ന് പറയുന്ന കേസ്, അല്ലെങ്കിൽ കേസ് എ, കേസ് ബി, രണ്ട് കേസ്. tan inverse x is equal to 3 pi by 4. x is equal to tan of 3 pi by 4. ആ കേസിലും എക്സിൻ്റെ വാല്യൂ എത്രയാണ്? -1. സോ ദ ഫൈനൽ ആൻസർ ഇസ് x is equal to -1. ഒന്നുകൂടി പറയാം, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഹിയർ tan inverse x ഹോൾ, ഇവിടെ cot inverseനെ നമ്മൾ ആദ്യം മാറ്റുന്നു. എന്തായിട്ട്? cot inverseനെ നമ്മൾ മാറ്റുന്നു. എന്തായിട്ട്? pi by 2 മൈനസ് tan inverse x സ്ക്വയർ ഹോൾ സ്ക്വയർ. പിന്നെ എന്താ ഉപയോഗിക്കുന്നത്? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിനെന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു ഇത്രയും ഭാഗം, a മൈനസ് ബി ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? അതിനുശേഷം എന്താണ്? റീഅറേഞ്ച്മെൻറ്റ്. tan inverse x സ്ക്വയർ, മഞ്ഞ രണ്ട് യെല്ലോ കളറിൽ tan inverse x സ്ക്വയർ, tan inverse x സ്ക്വയർ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു, മൈനസ് tan inverse x പ്ലസ് പൈ സ്ക്വയർ ബൈ ഇതിനെ പൈ സ്ക്വയർ ബൈ 4 വെച്ച് ബാക്കിയുള്ളതിന് ഇപ്പുറത്തും കൊണ്ട് കൊണ്ടുവന്ന് റീഅറേഞ്ച് ചെയ്തു. വി ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നുകിൽ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനിവിടെ എന്താ ചെയ്തത്? ഫാക്ടറൈസേഷൻ, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, ആ മെത്തേഡിൽ സോൾവ് ചെയ്യുക. എക്സിന് ക്യാപിറ്റൽ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ക്യാപിറ്റൽ എക്സ്. അതിനുശേഷം എന്തുണ്ടായി? എക്സ് സോൾവ് ചെയ്തു, അത് പിന്നെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്? tan inverse x is equal to minus pi by 4, x is equal to tan of minus pi by 4 minus 1 അങ്ങനെ കിട്ടുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് അടുത്ത ചോദ്യം? അടുത്ത ചോദ്യവും കുറച്ചൊരു നല്ല ചോദ്യം, ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം. y is equal to cot inverse root of cos x minus tan inverse root of cos x. Prove that sin y is equal to tan square, sin y is equal to tan square x by 2. Prove that sin y is equal to tan square x by 2. y is equal to cot inverse root of cos x minus tan inverse root of cos x. ഈ root of cos x ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സോ ഇതിനെന്ത് ചെയ്യാം? cot inverseനെ നമുക്ക് മാറ്റി എഴുതാം. pi by 2 minus tan inverse root of cos x.
minus tan inverse root of cos x. So this is equal to pi by 2 minus 2 times tan inverse root cos x. Pi by 2 minus y equal to. So we have a golden opportunity to get rid of this. എന്താണ് 2 in tan inverse x? ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നു. This is same as cos 1 minus x square divided by 1 plus. എന്തുകൊണ്ട് അതെടുത്തു? ഇവിടെ ഒരു സ്ക്വയർ ടേം വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു പക്ഷേ ഇവൻ ഈ റൂട്ട് കോസ് എക്സിനെ നമുക്ക് ഒഴിവാക്കാം. So 2 tan inverse x. 2 tan inverse x. 2 tan inverse x. This is same as cos inverse of 1 minus എന്താണ് ഇവിടെ 1 minus x square. 2 tan inverse x ആണെങ്കിൽ 1 minus ഇത് സ്ക്വയർ ചെയ്യപ്പെടും, ഇത് സ്ക്വയർ ചെയ്തേ 1 minus cos x divided by 1 plus cos x. So y equal to pi by 2 minus cos inverse ഇതെന്താ 2 sin square x by 2 2 cos square x by 2. 2 and 2 boy. So this will become y equal to pi by 2 minus cos inverse tan square x by 2. ഇത് നമ്മൾ ഉപയോഗിച്ച റിസൾട്ടാണ് ഇവിടെ, അതുകൊണ്ട് ഞാനതിനെ ബോക്സിലിടും. ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് സൈൻ വൈ ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഈ ടാൻ സ്ക്വയർ എക്സ് ബൈ 2നെ ഒഴിവാക്കണം അല്ലേ? ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് ഇൻവേഴ്സ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഇസ് ഈക്വൽ ടു pi by 2 minus y. Pi by 2 minus y. Or tan square x by 2 is equal to ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ cos of pi by 2 minus y, that is equal to sin y, and we proved what we need to. ഒന്നുകൂടി പറയാം, ഈ സ്റ്റെപ്പ് cot ഇൻവേഴ്സിനെ pi by 2 minus tan ഇൻവേഴ്സ് ആക്കി രണ്ടും കൂടി കമ്പൈൻ ചെയ്തു, ഈ റിസൾട്ട് ഉപയോഗിച്ചു റീഅറേഞ്ച് ചെയ്തു, ട്രിഗ്നോമെട്രിക് സബ് മൾട്ടിപ്പിൾ ആംഗിൾ ഉപയോഗിച്ചു എക്സ് ബൈ 2ലേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്ത ആലോചന ഇവിടെ ടാൻ സ്ക്വയർ ഇതിനെ എങ്ങനെ ഒറ്റപ്പെടുത്താം, അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് അതിനെ കോസ് ഇൻവേഴ്സിനെ കസ്റ്റഡി ചെയ്യുന്നത്, അതിനെ ആദ്യം മാറ്റി നിർത്തി ബാക്കിയുള്ളതിനൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഇസ് ദിസ്, സോ ദിസ് ഇസ് ഈക്വൽ ടു കോസിന് ആ സൈഡിലേക്ക്, ഇവിടുന്ന് കോസിന് അങ്ങോട്ട് കൊണ്ടുപോകും, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും കോസ് ഇൻവേഴ്സ് വിൽ ബിക്കം ഈ സൈഡ് ആകുമ്പം കോസ് ആവും അല്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ്, തീറ്റ ഇസ് ഈക്വൽ ടു വാട്ട്? cos x. cos x. Okay, so we got the result. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം ഒരു ചോദ്യം കൂടിയാണുള്ളത്. Question number 7. Prove that 9 pi by 8 ഓർത്ത് വച്ചോളി ചോദ്യം, minus 9 by 4 sin inverse 1 by 3 is equal to 9 by 4 sin inverse 2 root 2 by 3. 2 root 2 by 3. ചോദ്യം നോക്കുമ്പോൾ ഒരു വല്ലാത്ത ചോദ്യമാണ് അല്ലേ? നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാം. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ 9 pi by 8 മൈനസ് 9 by 4 sin inverse 1 by 3. ഇതാണെന്ന് പ്രൂവ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഒരു 9 by 4 കോമൺ ഉണ്ടല്ലേ? 9 by 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉണ്ടെന്നത് pi by 2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1 by അത് കിട്ടിയല്ലോ അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 9 by 4 pi by 2 മൈനസ് സംതിങ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് is equal to pi by 2. So what is pi by 2 minus sin inverse? It will be cos inverse. So 9 pi by 4 cos inverse 1 by 3 കിട്ടിയല്ലോ. അതല്ല ചോദിച്ചത് അല്ലേ, സൈൻ ഇൻവേഴ്സാണ് ചോദിച്ചത്. അപ്പം നമുക്ക് ആ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഇതിനെ എങ്ങനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം? എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ട് അല്ലേ? കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അല്ലെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കാം, cos inverse 1 by 3 is equal to theta, cos theta is equal to 1 by 3. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഫോർമുല സൈൻ ഇൻവേഴ്സ് ഓഫ്
root of 1 minus 1 by 3 whole square. So 9 by 4 in sine inverse of ഇതെന്താണ് root of 1 minus 1 by 9 minus 1 8 by 9, that is equal to 9 by 4 sine inverse root 8 എന്ന് പറഞ്ഞാൽ 2 root 2, 9ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 3. ദാറ്റ് ഈസ് ദ ആൻസർ. നമുക്കിവിടെ ഇതെത്തി, ഇതാണ് ആൻസർ എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അതല്ല ചോദിച്ചത് എന്താ root 2 by 3 ചോദിച്ചത്. അപ്പോൾ തന്നിരിക്കുന്ന സൈനിനെ ഇതിൻ്റെ തന്നിരിക്കുന്നത് ആ കിട്ടിയ ആൻസറിനെ സൈനിലേക്ക് മാറ്റി. ഇതേ ചോദ്യം ചിലപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ടാൻ ഇൻവേഴ്സ് വാല്യൂ വെച്ചിട്ട് ചോദിക്കാം. 9 by 4 ടാൻ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ എന്ന് ചോദിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അതായിരുന്നു അതിലെ അവസാന ചോദ്യം എന്ന് തോന്നുന്നു. അതെ, ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് എം സി ക്യു ക്ലാസ് റൂം ഡിസ്കഷൻസ് ഇവിടെ തന്നെ നമുക്ക് എഴുതി പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ടാൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ്, ഞാൻ പകർത്തി എഴുതുന്നില്ല, ഒന്നാമത്തെ ചോദ്യം ടാൻ ഇൻവേഴ്സ് 1 അതിൻ്റെ കറക്റ്റ് വാല്യൂ അപ്പം തന്നെ നമുക്ക് എഴുതാം. പൈ ബൈ 4 പ്ലസ് കോസ് ഇൻവേഴ്സ് മൈനസ് എന്താ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1 by 2 പ്ലസ് സൈൻ ഇൻവേഴ്സ് മൈനസ് സൈൻ ഇൻവേഴ്സ്, പ്ലസിൻ്റെ ആവശ്യമില്ല, സൈൻ ഇൻവേഴ്സ് 1 by 2. സോ ദിസ് ഇസ് പൈ ബൈ 4 പ്ലസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1 by 2 എവിടെയാണ് പൈ ബൈ 3 മൈനസ് പൈ ബൈ 6. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്തുണ്ടാവും പൈ ബൈ 2. സോ പൈ ബൈ 4 പ്ലസ് പൈ മൈനസ് പൈ ബൈ 2, രണ്ടും കൂടി പൈ ബൈ 2. ദാറ്റ് മീൻസ് പൈ ബൈ 4 പ്ലസ് പൈ ബൈ 2 എത്രയത് 3 പൈ ബൈ 4. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇഫ് cot of cos inverse x is equal to sec of, കുറച്ച് വലിയ ചോദ്യമാണ്, അതുകൊണ്ട് പകർത്തിയത്, ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ കോസ് ഇൻവേഴ്സ് എക്സിനെ കോട്ടിലേക്ക് മാറ്റാൻ പറ്റുമോ? കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ എന്താ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1 അല്ലേ? എക്സ് ബൈ 1 അത് മനസ്സിൽ വരികയാണെങ്കിൽ ഇപ്പം തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? കോസ് തീറ്റ ഇത് തീറ്റയാക്കി എടുത്തു, ഒരുപാട് വട്ടം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോട്ട് തീറ്റ എന്തായിരിക്കും? എക്സ് ഡിവൈഡഡ് ബൈ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതെന്തായി? എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആയി. ഇതേപോലെ തന്നെ ഈ സീക്കിന് ഇത് സീക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തിനെ? ടാൻ ഇൻവേഴ്സ് എ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. തീറ്റ എന്ന് വിളിച്ചോ, എ എന്ന് വിളിച്ചോ, ബി എന്ന് വിളിച്ചോ, മറ്റൊരു തീറ്റ. സോ ദാറ്റ് മീൻസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഒരു തീറ്റ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആവണം, ഇതെന്തായിരിക്കണം? ഇത് ബി ആയിരിക്കണം, എന്നാലല്ലേ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആവും. സോ ഇനി സീക്ക്, ഇതെന്താണ് സീക്ക്? സീക്ക് ഇൻവേഴ്സ്, ഇതിൻ്റെ അകത്ത് സീക്ക് തീറ്റ കണ്ടാൽ പോരെ? സീക്ക് ഇൻവേഴ്സ് സീക്ക് തീറ്റ എന്താണ്? ബി ബൈ ബി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതെന്തായി? ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ
മൈനസ് എ സ്ക്വയർ. ഇനി ഇതിനൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. തല തിരിച്ചെഴുതാം. പിന്നെ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. റെസിപ്രോക്കൽ എടുക്കാം. 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു, ഈ സ്റ്റെപ്പൊക്കെ മനസ്സിൽ ചെയ്യാവുന്ന സ്റ്റെപ്പുകൾ മനസ്സിൽ ചെയ്യുക. 1 ബൈ എക്സ് സ്ക്വയർ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക, മനസ്സിൽ ചെയ്യാവുന്നുള്ളൂ. പ്ലസ് 1 വരും. പ്ലസ് 1 വരുമ്പോൾ എന്ത് വരും? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എന്തുണ്ടാവും? ഇതിൻ്റെ കൂടെ ഒരു പ്ലസ് 1 LCM എടുക്കുക. പ്ലസ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ. സോ 1 ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2b സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. അതിൻ്റെ അകത്ത് നിന്ന് എക്സ് സ്ക്വയർ എന്തായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു എന്താ? ബി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2b സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓപ്ഷൻ b divided by root of 2b square by minus a square. അടുത്ത ചോദ്യം 3ലേക്ക്. Sine of cos inverse 3 by 5. എന്താണ് ഇത്? Sine inverse cos 3 by മറ്റെന്താ 4 by 5 ആവും അല്ലേ cos. So this will be equal to 4 by 5. ഇത് എക്സ്ക്യൂസ് മീ, ഇതെങ്ങനെ വന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ചോദ്യം 4 ഉണ്ടെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ യൂസ് ചെയ്യുക. കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡയറക്റ്റ്. അടുത്ത ചോദ്യം, ടാൻ ഇൻവേഴ്സ് എ ബൈ എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. ഇതിന് നമുക്കിങ്ങനെ എഴുതാം. ടാൻ ഇൻവേഴ്സ് a by x plus cot inverse x by b അല്ലേ, because cot inverse x is equal to tan inverse 1 by x. അപ്പോൾ തിരിച്ചിട്ടു. this is equal to pi by 2. എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കും? സി നോക്കൂ, എന്താണ് റിസൾട്ട്? സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താ? tan inverse x plus cot inverse x is equal to pi by 2. ടാൻ ഇൻവേഴ്സ് മാങ്ങ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എന്ത്? ആ മാങ്ങ തന്നെ ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ടാൻ ഇൻവേഴ്സ് സ്ക്വയർ ബ്രാക്കറ്റ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് സി സ്ക്വയർ ബ്രാക്കറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് പൈ ബൈ 2 കിട്ടണമെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം? What is in your opinion? What do you know about these two? Or what is your opinion regarding these two? That means these should be, അത് രണ്ടും ഒന്ന് തന്നെയാണ്. a by x is equal to x by b എന്ന് പറഞ്ഞാൽ എന്താ? x square is equal to ab or x is equal to root ab. x square x is equal to root ab. Option B. അഞ്ചാമത്തെ ചോദ്യം, for sin inverse x plus cos inverse x is equal to pi, then you have to find the value of x. Sin ഉണ്ട് cos ഏതിനെ ഒന്ന് മാറ്റാം. for sin inverse x ഇത് മാറ്റിക്കളയാം. pi by 2 minus sin inverse x is equal to pi. 4 pi minus 4 sin inverse minus ഒരു sin inverse. So 3 sin inverse x is equal to pi by 2 അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ എന്തുണ്ടാവും? പൈ മൈനസ് പൈ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. സോ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഇങ്ങോട്ട് കൊണ്ടുവരും, പൈ ബൈ 6. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 6 1 by 2. ആറാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ്, അത് നിങ്ങളത് ചെയ്യാവുന്നത്. സൈൻ ഓഫ് മൈനസ് ഇത് രണ്ടിൻ്റെ വാല്യൂ എടുക്കുക, സൈനിന് കാണാം. പൈ ബൈ 2 1 മൈനസ് 0 എന്തെങ്കിലും വരും. ഡയറക്റ്റ് ചെയ്യാവുന്നുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ചോദ്യം 7, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ്, ഒന്നുമില്ല, ടാൻ ഇൻവേഴ്സ് മൈനസ് കോസ് ഇൻവേഴ്സ് എന്താ? പൈ മൈനസ്. ആ ഒരൊറ്റ കോൺസെപ്റ്റ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അതായത് ഇവിടെ
മൈനസ് ടാൻ ഇൻവേഴ്സ് √3 വരും. ഇവിടെ എന്ത് വരും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എന്ന് വരും. അത്രേ അതിനകത്ത് വരുന്നുള്ളൂ. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നവർ എഴുതുക. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സിന് ടാനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ കോസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എഴുതാം ഡീറ്റെയിൽ ആയിട്ട്. കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1 എന്ന് പറഞ്ഞാൽ തീറ്റ ആണെങ്കിൽ എക്സ് ബൈ 1 √1 മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിന് കോസിന് മുന്നേ തൊട്ട് മുന്നുള്ളത് ടാൻ. അതുകൊണ്ട് ഇതിനെ ടാൻ ആക്കണം, ടാൻ ഇൻവേഴ്സ് ആക്കണം. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് അല്ലേ? 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ്. കോസ് തീറ്റ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് ബൈ 1 ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്. ടാൻ തീറ്റ എന്ന് പറയുന്നത്. സോ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ്. അപ്പം സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് ഇതെന്താ? ടാൻ ഇൻവേഴ്സ് √1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ്. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഈ ഭാഗം എന്താവും? സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് √1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. ഇനി എന്ത് ചെയ്യുന്നില്ല, ഇതിന് സൈൻ ആക്കാൻ സാധിച്ചാൽ വി ക്യാൻ സോൾവ് ദിസ്. അപ്പോൾ അടുത്തത് കോട്ട് ഇൻവേഴ്സ് √1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് വിളിക്കാം. കോട്ട് എ ഇസ് ഈക്വൽ ടു √1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ കോട്ട് ഇതിനെ എ എന്ന് വിളിച്ചാൽ കോട്ട് എ അഡ്ജസൻറ്റ് ബൈ എത്ര? √1 മൈനസ് എക്സ് സ്ക്വയർ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് 1 മൈനസ് എക്സ് സ്ക്വയർ, ഇത് എക്സ് ആണ്, ഇതത്തെ ആയിരിക്കും, ഇത് 1 ആയിരിക്കണല്ലോ, എന്നാലല്ലേ ഇത് 1 മൈനസ് എക്സ് സ്ക്വയർ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സൈനാണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ ഓഫ് എ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എ എത്രയാണ്? എക്സ് ബൈ 1. സോ എ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഈ എ എന്ന് പറയുന്നത് ഇതേ എ ആണ്. എന്തത്? സൈൻ ഇൻവേഴ്സ് എക്സ്. ആൻസർ ഇസ് ഈക്വൽ ടു എക്സ്. അടുത്ത ചോദ്യം. എട്ടാമത്തെ ചോദ്യം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ പ്ലസ് സൈൻ ഇൻവേഴ്സ് സെഡ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. നേരത്തെ നമ്മൾ പറഞ്ഞത് ABC എടുക്കുക, ഒന്നിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, എക്സ്പാൻഡ് ചെയ്യുക, ടേക്ക് കോസ് ഓഫ് A പ്ലസ് ബി, അത്രയേ ഉള്ളത്. കോസ് ഓഫ് A പ്ലസ് ബി ആൻഡ് സിംപ്ലിഫൈ. ഇത് രണ്ടും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത. ഇത് നേരത്തെ പൈ ബൈ 2 ആയിരുന്നു, ഇവിടെ പൈ ആയിരുന്നു. സെയിം മെത്തേഡ്, ദർ ഇസ് നോ ഡിഫറൻസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സെയിം ഒരേ മെത്തേഡ് തന്നെ ചെയ്യാം, വേറൊന്നും ചെയ്യാനില്ല. A പ്ലസ് ബി പ്ലസ് സി ഇട്ട് ചെയ്ത് നോക്കുക. ദിസ് ഇസ് ഈക്വൽ ടു, ഈ കേസിൽ ദിസ് വിൽ ബി A പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു പൈ. A പ്ലസ് ബി ഇസ് ഈക്വൽ ടു പൈ മൈനസ് സി എടുക്കും. ടാൻ ഓഫ് A പ്ലസ് ബി കൊടുക്കുക, അതിനകത്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. ടാൻ ഓഫ് A പ്ലസ് ബി, ടാൻ ഓഫ് മൈനസ് സി വരും, അവിടെ മൈനസ് Z എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ യു get back or leave me a comment or message, no issue. Question number 10. Sine of 1 by 2 into cos inverse 4 by 5. 1 by 2 cos inverse 4 by 5 എന്നുള്ളത് തീറ്റ കൊടുക്കാം.
cos inverse 4 by 5 എന്താ 2 theta. Cos 2 theta is equal to cos 2 theta is equal to what? Cos 2 theta is equal to 4 by 5. This is 2 sin square theta minus 1 minus 2 sin square. ഒരു നേരം സൈനിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ പോയതാണ്, അതുകൊണ്ടാണ് അവിടെ ഞാൻ cos 2 sin square എന്ന് എഴുതിപ്പോയത്. is equal to 4 by 5. അങ്ങനെയാണെങ്കിൽ 1 minus 4 by 5 is equal to 2 sin square theta. 5 minus that is 1 by 5 is equal to 2 sin square theta, or sin square theta is equal to 1 by 10. Sin theta is equal to 1 by root 10. That means theta is equal to sin inverse 1 by root 10. 1 by root 10. Theta is equal to എന്താണ് നമ്മൾ തീറ്റ? ഇതായിരുന്നു നമ്മുടെ തീറ്റ, ആദ്യത്തെ തീറ്റ. This is same as this theta. So what happens? എന്താ ഇവിടെ ഉണ്ടായത്? Sin of this is taken as theta. ആ തീറ്റേൻ്റെ വാല്യൂ എന്താണ്? ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, ഇതും. Sin inverse of 1 by root 10. So answer is 1 by root 10. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം, sin inverse of sin 10. Sin inverse of sin 10 എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമല്ല. പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡിലേക്ക് നമുക്ക് പോകാം. സിമ്പിളായിട്ടുള്ളത്, നോട്ട് ഷോർട്ടസ്റ്റ് ബട്ട് സിമ്പിളസ്റ്റ്, അങ്ങനെ പറയാം. പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവാൻ പറ്റുന്ന മെത്തേഡ് ഉപയോഗിക്കാം. സാധാരണഗതിയിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ ഇഫ് തീറ്റ ബിലോങ്സ് ടു minus pi by 2 to pi by 2. ഇവിടെ എന്താ 10 റേഡിയനാണ്, ഡിഗ്രി അല്ല, റേഡിയനാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇത് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്തുണ്ടാവും? -90 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എത്ര ഉണ്ടാവും? റേഡിയനിൽ തന്നെ ഇത് എത്ര ഉണ്ടാവും ന്യൂമറിക്കൽ? ഇത് pi by 2 3.14 by 2 1.57 minus 1.57 1.57. ഇത് തീറ്റയാണ്, ഇഫ് തീറ്റ ബിലോങ്സ് ഇത്. സോ അതുകൊണ്ട് എന്താ, നമുക്ക് ഒരു കാര്യം പറയാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 10 ഇസ് നോട്ട് ഈക്വൽ ടു 10. റീസൺ എന്താ? സിൻസ് എന്താണ് റീസൺ? 10 ഡസ് നോട്ട് ബിലോങ്സ് ടു ഏത്? -1.57 to 1.57 ഡസ് നോട്ട് ബിലോങ്സ് ടു ഇല്ല. അതിലല്ല 10 റേഡിയൻ. 10 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 റേഡിയൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 57 ഡിഗ്രീസ് ആണ്. അങ്ങനെ ആകുമ്പം 10 റേഡിയൻസ് എന്ന് പറയുമ്പം 570 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 540 പ്ലസ് 30 അപ്രോക്സിമേറ്റ്ലി ആണ്. 30 എക്സാക്റ്റ് ഒന്നും പറയാൻ വയ്യ. അത് നമുക്ക് എന്ത് ചെയ്യാം? 10 റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, ഇവിടെയാണ് ഇതൊക്കെ എക്സ്പ്ലനേഷൻ സോൾവ് ചെയ്യാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനെ സൊല്യൂഷനിലേക്ക് വരാം. 10 ഇസ് അപ്രോക്സിമേറ്റ്ലി 10 റേഡിയൻ ഇസ് 570. ഇറ്റ്സ് മോർ ദാൻ 540 അല്ലേ? 10 റേഡിയൻ ഇസ് മോർ ദാൻ 3 പൈ ആണോ? അല്ലേ? 3 പൈ എന്ന് പറഞ്ഞാൽ 540, ഇത് ഏകദേശം 570 570 കൂടെ കുറച്ചും കൂടി കൂടും. എക്സാക്ട്ലി എഴുതുന്നില്ല. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എഴുതാം. അങ്ങനെ ലെറ്റ് 10 റേഡിയൻ ഇസ് ഈക്വൽ ടു 3 പൈ പ്ലസ് സംതിങ്, ഏതോ ഒരു ആംഗിൾ. ആ ആംഗിൾ തീരുമാനിച്ചോളും അതിൻ്റെ വാല്യൂ എന്താണ്. ഓക്കെ, ആ ആംഗിൾ എങ്ങനെയാണ്? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 10 മൈനസ് 3 പൈ അല്ലേ? സോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 10 ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോളാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 10 എന്ന് പറഞ്ഞാൽ 3 പൈ
പ്ലസ് തീറ്റ. ഓ, ഏത് ക്വാഡ്രൻ്റ് വന്നു? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഏത് ക്വാഡ്രൻ്റ് വന്നു? സൈൻ 3π പ്ലസ് മൈനസ് സൈൻ തീറ്റ, or same as sin inverse of sin of minus theta. That is same as sin inverse of sin of minus theta. Minus theta എന്തായിരുന്നു? ഇതാ തീറ്റ കിടക്കുന്നു. there is theta. നമ്മളെപ്പോഴും പറഞ്ഞില്ല തീറ്റ കണ്ടുപിടിക്കാൻ. തീറ്റ തിരഞ്ഞു പോയി, തീറ്റ തേടി പോവുകയാണ് നമ്മൾ. തീറ്റ is equal to what? എന്താണ് തീറ്റ? 10 minus 3π. So minus of 10 that is sin inverse of 3π minus 10 radians, that is equal to 3π minus 10. അതൊരു acute angle ആയിരിക്കും. ഇത് നെഗറ്റീവ് ആയിരിക്കും, എന്തായാലും നെഗറ്റീവ് വാല്യൂ വരിക. ഇത് 3π, ഇത് അതിനെക്കാളും കുറച്ചും കൂടി നെഗറ്റീവ് വാല്യൂ ആണ് 3π. എന്തൊക്കെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക്. 3π minus 10 ആദ്യത്തത് ഡിഗ്രി അല്ല, റേഡിയൻസ്. 2 അത് തന്നെ ആദ്യത്തെ ഓപ്ഷൻ. 3π minus 10π minus 3π, 2π minus 5π. ഇതേ രൂപത്തിൽ ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. സെയിം മെത്തേഡ്. ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി തരുന്നു. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5 റേഡിയൻസ്. ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സെയിം മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. 5 എവിടെ വരുന്നു? 2 ആണോ? 2π ആണോ? 2π മൈനസ് ആണോ? 2π പ്ലസ് ആണോ? 5 റേഡിയൻ 2π ആണോ? 3π ആണോ എന്നുള്ളത് ഒന്ന് കാണിച്ച് നോക്കാം. അത് ഏതിൻ്റെ മൾട്ടിപ്പിളിൽ വരും അതിനനുസരിച്ച് ചെയ്യാം. ചോദ്യം 13ലേക്ക് വരാം. എന്താണ് 12ൽ 3 tan inverse alpha, direct standard result. tan inverse 3 tan inverse x is equal to tan inverse 3x minus x cube divided by 1 minus 3x square. സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്. എവിടെ ഇല്ലേ? അതാ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ്. 13ാമത്തെ ചോദ്യം. sin inverse 1 by 5 plus cos inverse x is equal to 1. പല രീതി ചെയ്യാം. ഈ സൈനിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും? sin inverse 1 by 5 plus cos inverse x is equal to സൈനിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ sin inverse 1. sin inverse 1 by 5 plus cos inverse x is equal to sin inverse π by 2. നമുക്കറിയാമല്ല എന്തായിരുന്നു സ്റ്റാൻഡേർഡ് റിസൾട്ട്? വി ഹാഡ് എ സ്റ്റാൻഡേർഡ് റിസൾട്ട്. വാട്ട് വാസ് ദ സ്റ്റാൻഡേർഡ് റിസൾട്ട്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് അതേ എക്സ് ആണെങ്കിൽ π by 2. ഇവിടെ 1 by 5 ഇവിടെ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഇത് രണ്ടും തുല്യമായിരിക്കണം. സോ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? ദ സെയിം വാല്യൂ 5. ഓർ കോസ് ഇൻവേഴ്സ്, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് വരാം. കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π by 2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1 by. ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇത് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിലേക്ക് പോയി. കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π by 2 മൈനസ് ഇതിനെ കോസ് ഇൻവേഴ്സ്. അപ്പോൾ എക്സ് എന്താ? ഇതിനെ മാറ്റി എഴുതാം. കോസ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് 1 by 5. അപ്പോൾ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു 1 by 5. ഇനിയല്ല, കുറച്ചും കൂടി ഷോർട്ടായിട്ട് എഴുതാം. ഒബ്ജക്റ്റീവിൽ മെത്തേഡിൽ എന്താണ്? സൈൻ ഓഫ് സംതിങ് ഇസ് ഈക്വൽ ടു 1. സൈൻ ഓഫ് എന്തോ ഒന്ന് 1 ആണ്. എന്തായിരിക്കും ഇത്? എന്ത് സൈൻ്റെ എന്താണ്? π by 2. സോ സൈൻ ഇൻവേഴ്സ് 1 by 5 പ്ലസ് കോസ് ഇൻവേഴ്സ് 1 കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π by 2. ഇവിടെ π by 2 കിട്ടിയാലല്ലേ 1 കിട്ടുള്ളൂ. അപ്പോൾ എന്താ? ഡയറക്റ്റായിട്ട് എഴുതിക്കൂടെ. സോ കമ്പയറിങ് ദീസ് ടു യു ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 5. ഒറ്റ സ്റ്റെപ്പിൽ നോക്കിയിട്ട് ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. ഒന്നുകൂടി പറയാം. സൈൻ ഓഫ് സംതിങ് ഇസ് ഈക്വൽ ടു 1 അല്ലേ? സൈൻ ഓഫ് സംതിങ് ഇസ് ഈക്വൽ ടു എന്ത്? സൈൻ ഓഫ് π by 2. ഇത് π by 2 ആവണം. π by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദ വാല്യൂ ഇസ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ തുല്യമാവണം. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 by 5. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. 2 ചോദ്യങ്ങളും കൂടിയാണ്.
ഇത് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമാണ്. അത് സമാനമായിട്ട് ടാൻ ഇൻവേഴ്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ്, ഇത് കോട്ട് ഇൻവേഴ്സ് ആക്കുക. റൂട്ട് എ ബി നേരത്തെ ചർച്ച ചെയ്ത ചോദ്യം. 15ാമത്തെ ചോദ്യം, 2 cos inverse x plus sin inverse x is equal to 11 pi by 6 has no solution, 1 solution, 2 solution, 3 solution. ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന ചോദ്യം. ഇതിന് എത്ര ഗ്രാഫിക്കലി അറിയുന്ന ആൾക്കാർ ഗ്രാഫിക്ക് ചെയ്യാം, പക്ഷേ എളുപ്പമല്ല. അത് ഗ്രാഫിനെ പറ്റി പഠിക്കാത്തതിനെ കൊണ്ട് എളുപ്പമല്ല. ഇതെന്താ 2 cos inverse x പ്ലസ് സൈൻ ഇൻവേഴ്സിൻ്റെ കോസിലേക്കാണ് പൈ ബൈ 2 മൈനസ് cos inverse x is equal to 11 pi by 6. So 2 cos inverse minus cos inverse x is equal to cos inverse x is equal to cos inverse x is equal to 11 pi by 6 minus pi by 2. ഇത് എത്ര 3. So 8 pi by 6 or cos inverse x is equal to 8 pi by 6 4 pi by 3. x is equal to cos 4 pi by 3. അതൊരൊറ്റ വാല്യൂ ആണ്, അതുകൊണ്ട് it has only one solution. It has only one solution. Cos inverse x is equal to 4 pi by 3. It has only one solution. അടുത്ത ചോദ്യം. That is the last question. Okay, so we have done with the MCQs as well as the additional questions of inverse trigonometry. ഇതൊക്കെ ചെയ്തു നോക്കാം. എന്നിട്ട് റിവിഷനിൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി ബോർഡിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിലേക്ക് കുറച്ചും കൂടി അടുത്ത് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം, കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ആ സമയത്ത് റിവിഷൻ്റെ സമയത്ത് വേണമെങ്കിൽ, ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ അടുത്ത സെറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. ഓക്കെ, താങ്ക് യു.